നമസ്കാരം. എസ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോടാണ് ഏറ്റവും അധികം സ്നേഹം, അല്ലെങ്കിൽ ബഹുമാനം, അല്ലെങ്കിൽ ആരാധന, ഭക്തി എന്നൊക്കെ ആരോടെങ്കിലും കോൺഗ്രസ്സുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും കണ്ണും പൂട്ടി സംശയലേശമന്യേ അവർ പറയും ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പുണ്യാളനോടാണ് ഇഷ്ടം. ആ പുണ്യാളൻ ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഉമ്മൻചാണ്ടി. അദ്ദേഹം ഭരിക്കുന്ന കാലയളവിലും അദ്ദേഹം ജീവിച്ചിരുന്ന കാലയളവിലും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ കോൺഗ്രസ്സുകാർ പോലും പറയും ഞങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട നേതാവിൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണെന്ന്. ഉമ്മൻചാണ്ടിയുടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയിൽ ഒരു കല്ലറയുണ്ട്. അതിൽ ഈ മനുഷ്യൻ സത്യമായി നീതിമാനായിരുന്നു എന്ന് ഗതികേട് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഉമ്മൻചാണ്ടിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു തെരഞ്ഞെടുപ്പോ ഒരു ഉപതെരഞ്ഞെടുപ്പോ ഉണ്ടായാൽ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തുകയും മെഴുകുതിരിയും പൂക്കളും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും പതിവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇടയ്ക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടിയുടെ ആ കല്ലറ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ആരാധനാ കേന്ദ്രം പോലെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ അയച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും. അപ്പോൾ ആ രീതിയിൽ വരെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പുണ്യാളനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉമ്മൻചാണ്ടിയോടാണ് അവർക്ക് ഏറ്റവും പ്രേമം ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ മുഴുവനായി. പലയിടങ്ങളിലും അത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ നല്ലവനായ നീതിമാനായ മനുഷ്യനെ വേട്ടയാടിയത് മുഴുവൻ CPM കാവാലികരാണ് എന്ന് വരെ പറഞ്ഞു. വസ്തുത എന്താണ് എന്ന് ഒരുമാതിരിപ്പെട്ട കേരളത്തിലുള്ള ഇതിനെക്കുറിച്ച് ധാരണയുള്ളവർക്കൊക്കെ മനസ്സിലാകും, അല്ലെങ്കിൽ അറിയാം. എന്നിട്ട് അതേ ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ കഴിഞ്ഞ ദിവസം വലിച്ചു കീറി. കുഞ്ഞുഞ്ഞിന് ശേഷം നമ്മുടെ KC എന്ന് എഴുതി വെച്ച ഒരു പോസ്റ്റർ. ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് കുഞ്ഞുഞ്ഞ് ബാക്ക്ഗ്രൗണ്ടിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രവും തൊട്ട് പിന്നാലെ അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് KC വേണുഗോപാൽ എന്ന് പറയുന്ന അത്യാഗ്രഹിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ചിത്രവും. അവിടേക്ക് തിരുവനന്തപുരത്ത് ആളുകൾ ഇരച്ചെത്തി കയ്യിൽ പ്ലക്കാർഡുകളും ഏന്തിക്കൊണ്ട്. ആ പ്ലക്കാർഡുകളിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന VD സതീശനെ നമുക്ക് കാണാം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വന്നത് സതീശൻ അനുകൂലികളാണ്. ഇന്ന് കേരളത്തിലെ രണ്ട് തരം കോൺഗ്രസ്സുകാർ മാത്രമാണുള്ളത്. ഒന്ന് KC അനുകൂലികളും സതീശൻ അനുകൂലികളും. അപ്പോൾ അതിലെ സതീശൻ അനുകൂലികളാണ് ഇരച്ച് ആർത്ത് എത്തി. അതിനുശേഷം അവർക്ക് KCയുടെ ചിത്രം കണ്ടപ്പോൾ അവർക്കങ്ങ് കലി അടക്കാനേ കഴിയുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഭരണം നേടി അധികാരം പിടിച്ചു, എന്നിട്ട് അധികാര കസേരയ്ക്ക് വേണ്ടിയിട്ട് തമ്മിൽ തല്ലുന്ന നാടകം കളിച്ച് ജനങ്ങളുടെ മുന്നിൽ വിഡ്ഢികളാകുന്ന ഒരു കൂട്ടരായി കോൺഗ്രസ് പാർട്ടി മാറി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. അവിടെ വരുന്നു KCയുടെ ചിത്രം കണ്ടിട്ട് ഇവർക്ക് സഹിക്കുന്നില്ല. ആർക്ക്? KC AICC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ കേരളത്തിലെ ഒരു നേതാവിൻ്റെ അനുയായികൾക്ക് KCയുടെ ചിത്രം കണ്ടിട്ട് സഹിച്ചില്ല. അവർ ആഞ്ഞു തുപ്പി ആ ഫ്ലെക്സിലേക്ക്. ആ തുപ്പലേന്ന് വീണത് കുഞ്ഞുഞ്ഞിൻ്റെ മുഖത്തു കൂടിയായിരുന്നു. അപ്പോൾ കുഞ്ഞുഞ്ഞിൻ്റെ മുഖത്തേക്ക് തുപ്പി. എന്നിട്ടും കലിയടങ്ങാത്ത ആ കോൺഗ്രസ് പ്രവർത്തകർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ പോസ്റ്റർ അങ്ങ് വലിച്ചു കീറി. ഫ്ലെക്സ് യുദ്ധമാണല്ലോ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പറ്റം അവിടെ ഫ്ലെക്സ് വെക്കും, ഒരു പറ്റം ഇവിടെ ഫ്ലെക്സ് വെക്കും. KC അനുകൂലികൾ ആ വഴിനീളെ ഫ്ലെക്സ് വെക്കും. അത് പൊളിച്ച് കളയാൻ ഇവിടുന്ന് സതീശൻ അനുകൂലികൾ. അപ്പോൾ പാർട്ടിയിലെ ഒരു അച്ചടക്കവും മര്യാദയും ഒക്കെ നമ്മൾ പരിപാലിച്ചു പോകുന്നത് ഏതെങ്കിലും ഒരു സംഘടനയിൽ കാണണമെങ്കിൽ നമ്മൾ കോൺഗ്രസ്സുകാരിലേക്ക് തന്നെ നോക്കേണ്ടി വരും. എന്തൊരു അച്ചടക്കമാണ്! അച്ചടക്കം മാത്രമല്ല, എന്തിന് അനുസരണയാണ് അവിടുത്തെ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്കും അണികൾക്കും ഒക്കെ. അങ്ങനെ പിന്നീട് കലി വന്ന് ഇവർ വലിച്ചു കീറുകയാണ്. KCയുടെ ചിത്രം വലിച്ചു കീറുന്നു. ആ കൂടത്തിൽ കുഞ്ഞുഞ്ഞിൻ്റെ മുഖവും കൂടെ കീറിയെടുത്തു. പുണ്യാളനെ വലിച്ചു കീറിയ കോൺഗ്രസ് പ്രവർത്തകരായി മാറി. അപ്പോൾ അവർക്ക് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനോടുള്ള ഇഷ്ടം തെരഞ്ഞെടുപ്പ് വരെ മാത്രം. അത് കഴിഞ്ഞാൽ എന്ത് കുഞ്ഞുഞ്ഞി, എന്ത് ഉമ്മൻചാണ്ടി, എന്ത് പുണ്യാളൻ, അത്രയേ ഉള്ളൂ. അതിപ്പോൾ നമുക്കറിയാം, ഈ ഉമ്മൻചാണ്ടി തന്നെ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു ബാരിക്കേഡ്, ഫുട്പാത്തിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ബാരിക്കേഡിന് മുകളിൽ കാലും കയറ്റി വെച്ചിരുന്ന ഒരു പോലീസുകാരൻ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാത്ത ചിത്രം അന്ന് പത്രങ്ങളിൽ അച്ചടിച്ചു വന്നിരുന്നു. എന്ന് വെച്ചാൽ അത്രയൊക്കെ ഉള്ളൂ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ പുണ്യാളനാണ്, കുഞ്ഞുഞ്ഞാണ്, സ്നേഹനിധിയാണ്, നീതിമാനാണ്, ന്യായാധിപനാണ് എന്ന് വരെ അവർ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഇപ്പോൾ അതൊന്നും ഇല്ല. ഇപ്പോൾ VD സതീശനാണ് നീതിമാനായ മനുഷ്യൻ. VD സതീശനാണ് ഏറ്റവും പോപ്പുലറായ വ്യക്തിത്വം. VD സതീശനാണ് ഞങ്ങളുടെ നേതാവ്. അതിനപ്പുറത്ത് വേറൊരു നേതാവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ അനുകൂലികൾ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പുറത്തെ സൈഡിൽ കെ സി വേണുഗോപാലിൻ്റെ അനുയായികൾ ഇതേ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. കെ സി എന്തോ വലിയ സംഭവമാണ്, കെ സി കേരളത്തെ സൃഷ്ടിച്ചെടുത്തു, കെ സി വടക്ക് മഞ്ചേശ്വരത്ത് നിന്ന് എടുത്ത് ഒരു മഴ എടുത്തെറിഞ്ഞപ്പോഴാണ്, അറബിക്കടലിൽ എറിഞ്ഞപ്പോഴാണ് ഇവിടെ കേരളം ഉയർത്തെഴുന്നേറ്റ് വന്നത് എന്ന് വരെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ കെ സി അനുകൂലികൾ എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു പൊതുധാരയായി മാറി. പിന്നെ എന്തിനാണ് ഈ കുഞ്ഞുഞ്ഞിനെ അല്ലെ ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും ഇങ്ങനെ വലിച്ചഴയ്ക്കുന്നത്? എന്തിനാണ് ഉമ്മൻചാണ്ടിയെ വെച്ച് നിങ്ങൾ വോട്ട് കാശാക്കി മാറ്റുന്നത്? അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള വെറും ഒരു പേര് മാത്രമാണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നു. വസ്തുതയാണ്, അതിനകത്തൊരു മാറ്റവുമില്ല. ഉമ്മൻചാണ്ടിയോട് അല്പം സ്നേഹമുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഉണ്ടായിരുന്നെങ്കിൽ, ഉമ്മൻചാണ്ടി നീതിമാനായിരുന്നു എന്ന് അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഉമ്മൻചാണ്ടി ജനനായകനായിരുന്നു എന്ന് അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു അണി അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും ആ ചെയ്ത കാപാലികനോട് പറഞ്ഞതിനെ നിങ്ങളിത് ചെയ്യരുത് എന്ന് പറയുമായിരുന്നു. പക്ഷേ പറയാൻ ഒരാളുടെ നാവും പൊങ്ങിയില്ല. അവരുടെ എല്ലാം ഉള്ളിൽ തിളച്ചു പൊങ്ങിക്കൊണ്ടിരുന്നത് കെ സി വേണുഗോപാലുള്ള ശക്തമായ വൈരാഗ്യവും വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിനോട് തോന്നിയ അമിതമായ സ്നേഹവും ഇത് തന്നെയായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോഴേക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് കെ മുരളീധരൻ പറഞ്ഞു, ഞങ്ങൾ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ വലിച്ചു കീറിയ ഒരു കോൺഗ്രസ്സുകാരല്ല. ശരി, അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണം. ഹൈക്കമാൻഡ് നടപടിയെടുത്തു. വി ഡി സതീശൻ അനുകൂലികളായ നേതാക്കന്മാർക്കെതിരെ അച്ചടക്ക ലംഘനത്തിന് ഹൈക്കമാൻഡ് നടപടിയെടുത്തു. ആലോചിച്ച് നോക്കൂ, ഹൈക്കമാൻഡാണ് നടപടിയെടുത്തിരിക്കുന്നത്, KPCC പോലും അല്ല. അപ്പോൾ അവർക്കെതിരെ നടപടി ഉണ്ടാവും. അപ്പോൾ ഉടനെ പറഞ്ഞു, മദ്യപിച്ചിരച്ചെത്തിയ കുറച്ച് CPMകാർ അതിനുള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടാകാം. എവിടെ? വി ഡി സതീശൻ അനുകൂല സമരത്തിൽ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൽ, ഈ പറയുന്ന തമ്മിത്തല്ലിൽ മദ്യപിച്ച് കടന്നുകൂടിയിട്ടിരിക്കുക ഏതെങ്കിലും CPM പ്രവർത്തകർ. ആരുടെ കണ്ടത്തിലാണെന്നറിയോ? ചാണ്ടി ഉമ്മൻ്റെ മകൻ്റെ കണ്ടത്തിൽ അങ്ങനെയായിരിക്കും. ഒരുപക്ഷെ ഈ പറയുന്നതിനകത്ത് കോൺഗ്രസ്സുകാരും ഇത് ചെയ്യില്ല. പിന്നെ കോൺഗ്രസ്സുകാർക്ക് കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവമൊന്നും അല്ല ചാണ്ടി ഉമ്മ. അത്രയ്ക്ക് വലിയ ഈശ്വരനായിട്ടൊന്നും ഈ പറയുന്ന ഒരു കോൺഗ്രസ് നേതാവും കാണുന്നില്ല. വസ്തുത പലർക്കും അറിയാം. TN ജേക്കബ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. TN ജേക്കബ് പറഞ്ഞേനെ, ഞങ്ങൾക്ക് പിന്നെ ഉമ്മൻചാണ്ടി ആരായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്ന് പറഞ്ഞ് ഒരു പക്ഷേ ചാണ്ടിയുമ്മന് പറഞ്ഞു തന്നേനെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചാണ്ടിയുമ്മൻ ഒരിടത്തും ഒരു നിലപാടിൽ ഉറച്ചിരിക്കുന്ന ഒരാളൊന്നുമല്ല. അതായത് ഉമ്മൻചാണ്ടി മരണപ്പെട്ട സമയത്ത്, ആ സമയത്ത് സർക്കാർ ചെയ്ത കാര്യങ്ങളെല്ലാം വലിയ സംഭവമായിരുന്നു എന്ന് വിളിച്ച് പറഞ്ഞ ഒരാൾക്കാരാണ് ഈ ചാണ്ടിയുമ്മനും അദ്ദേഹത്തിൻ്റെ മാതാവുമൊക്കെ. എന്നിട്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ അതെല്ലാം ഉൾട്ടയാക്കി. ഇപ്പോൾ അവരുടെ കുടുംബക്കാരുടെ അനുമതി പോലും ചോദിക്കാതെ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു അത്രേ പിണറായി വിജയൻ സർക്കാർ. എന്തൊരു അഹമ്മതിയായിപ്പോയി! അത് വല്ലാത്തൊരു തെറ്റായി പോയില്ലേ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ സംസ്ഥാന സർക്കാർ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചത് വലിയ മഹാ അപരാധമായി പോയി ചാണ്ടിയുമ്മൻ്റെ കണ്ണിൽ. ഇതേ ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ ഒരു പരാതിയും ഉയർത്തിക്കൊണ്ട് നേരെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാമല്ലോ എല്ലാവർക്കും. ഉമ്മൻചാണ്ടിക്ക് മതിയായ ചികിത്സ നൽകുന്നതിന് പകരമായി പലതരത്തിലുള്ള പ്രാർത്ഥനാ യോഗങ്ങളും അതും ഇതുമൊക്കെ കൂടിക്കൊണ്ട് ഈ പ്രാർത്ഥിച്ച് രോഗം മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നല്ലോ ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ പരാതിയും ഉയർത്തിക്കൊണ്ട് വന്നത്. അതിനുശേഷമാണല്ലോ പിണറായി വിജയൻ അടക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നത്. പലതവണ ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രോഗവിവരത്തെക്കുറിച്ച് പല ആവർത്തി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വിളിച്ച് അന്വേഷിച്ചുവെന്ന് അദ്ദേഹത്തിൻ്റെ അനുശോചന വേളയിൽ അല്ലെങ്കിൽ അനുശോചന ഇതിൽ പള്ളിയിൽ വെച്ചിട്ട് തന്നെ ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. ഇതേ മറിയാമ്മ ഉമ്മൻ തന്നെ പിന്നീട് പറഞ്ഞിരുന്നില്ലേ, അതായത് കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയിരുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. കേസായതിനു ശേഷം ഒരു കോൺഗ്രസ് നേതാവ് പോലും ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പോലും ഉമ്മൻചാണ്ടിയുടെ വസതിയിലേക്ക് വന്ന് കയറിയിരുന്നില്ല എന്നുള്ള ഗൗരവം പറഞ്ഞ് ഇതേ മറിയാമ്മ ഉമ്മൻ തന്നെയല്ലേ. പിന്നെ എപ്പോഴാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാർ കൊള്ളരുതാത്തവരായി മാറിയത്? കാലം ഇത്ര കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ ഏതെങ്കിലും, അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ ഏതെങ്കിലും ഒരു ചിത്രത്തിൽ ഏതെങ്കിലും ഒരു CPM പ്രവർത്തകൻ പോട്ട കരിയോയിൽ പോയിട്ടൊരു കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം ഇവിടെ ആ വ്യക്തികളോടല്ല, ആശയങ്ങളോടാണ് ഇടതുപക്ഷക്കാർ പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. ആശയങ്ങൾക്കെതിരായിട്ടാണ്, വ്യക്തികളോടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയനായിരുന്ന നേതാവിനെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഇപ്പോൾ കോൺഗ്രസ്സുകാർ വാഴ്ത്തിപ്പാടി പുണ്യാളനാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞുഞ്ഞിനെ വലിച്ചു കീറിയിട്ടാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. ആരുടെ പോസ്റ്റർ കീറിയാലും, ആരുടെ മുഖത്ത് ചെളിവാരി തേച്ചാലും, ആരുടെ മുഖത്ത് കരിയോലൊഴിച്ചാലും വേണ്ടില്ല, അല്ലെങ്കിൽ ആരെ ചെന്ന് കെട്ടിപ്പിടിച്ചാലും വേണ്ടില്ല, ഞങ്ങളുടെ പക്ഷക്കാർക്ക് ഇവിടെ അധികാരമുണ്ടാകണമെന്ന് പറയുന്ന ദുർവാശിയാണ് ഓരോ കോൺഗ്രസ്സുകാരെയും ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഇത്രയും കണ്ടു, ഇന്ന് എന്തായാലും തീരുമാനം വരുമെന്നൊക്കെയാണ് പറയുന്നത്. തീരുമാനം വന്നാൽ അത്രയും നല്ലത്.
തീരുമാനമുണ്ടായി, ഒരു മുഖ്യമന്ത്രി ഉണ്ടായി കാണട്ടെ എന്ന് മാത്രമാണ് ഇന്ന് ശരാശരി മലയാളിയുടെ ഒരു വേദന. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.